ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കൽ. ഇപ്പോൾ നീ പോകുമോ എന്ന ചോദ്യം യു വിൽ ഗോ എന്നായിരിക്കും പലരും ചോദിക്കുക. അതുപോലെ നിങ്ങൾ എപ്പോൾ വന്നു എന്നത് വെൻ യു കം അല്ലെങ്കിൽ വെൻ യു കെയിം എന്നൊക്കെ ആയിരിക്കും ചിലർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടല്ലോ, ആ സെൻറ്റൻസസ് തന്നെ ചെറുതായിട്ട് ടോണൊന്ന് മാറ്റി ചോദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഏത് തരം ചോദ്യവും നമുക്ക് ഇംഗ്ലീഷിൽ ശരിയായ രീതിയിൽ ചോദിക്കാൻ സാധിക്കണം. ഇന്നത്തെ ലെസണിൽ നമുക്കത് റെഡിയാക്കാം. ജനറലായിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 3 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് യെസ് ഓർ നോ അതായിരിക്കും ഉത്തരമായിട്ട് കിട്ടുക. രണ്ടാമത്തത് WH ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ, ഒരു വിവരമാണ് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ WH ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കാൻ കാരണം ഈ ചോദ്യങ്ങൾ നമ്മൾ WH വേർഡ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് പതുക്കെ മനസ്സിലാക്കാം. മൂന്നാമത്തത് ടാഗ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ 2 ടൈപ്പ് മാത്രമാണ് എടുക്കുന്നത്. കാരണം ടാഗ് ക്വസ്റ്റ്യൻസിനെ പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പിന്നീട് കാണണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷിൽ പല തരത്തിലുള്ള വേർബ്സ് വരുന്ന തരം സെൻറ്റൻസസ് ഉണ്ട്. ഇതിനെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ബി മെയിൻ വേർബായിട്ട് വരുന്ന തരം സെൻറ്റൻസസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ബി വേർബായിട്ട് വരുമെന്നാണെങ്കിലും ഈ സെൻറ്റൻസസിലൊന്നും നിങ്ങൾ ബി കാണില്ല കേട്ടോ. പകരം ബിയുടെ രൂപങ്ങളായ ഫോംസായ ആം, ഇസ്, ആർ, വാസ്, വേർ ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സെൻറ്റൻസ് പറയാം. അവൾ ഒരു ആർട്ടിസ്റ്റാണ്, കലാകാരിയാണ്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷീ ഇസ് എൻ ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അവളെക്കുറിച്ചാണ്, ഷീ. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് നോക്കൂ, അവളൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞല്ലോ. ആ ആണ് എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടുത്തെ വേർബ്. അതിനാണ് ഞാനിവിടെ ഇസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബി ഇല്ല, ഇസ് ആണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് കാണാം അത് മാത്രമാണ് വേർബ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെയിൻ വേർബ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുക? അവൾ ഒരു ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിക്കണം. അതിന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ സബ്ജക്റ്റും വേർബും പരസ്പരം സ്ഥാനം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇസ് ആദ്യം വരും. ഇസ് ഷീ എൻ ആർട്ടിസ്റ്റ് എന്നാണ് ചോദ്യം വരിക. ഇത് ഭയങ്കര എളുപ്പമല്ലേ? ഇനി വേറൊരെണ്ണം, അവർ വൈകി, അതായത് അവർ ലേറ്റായി. അപ്പോൾ ഇംഗ്ലീഷിൽ ദേ വർ ലേറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചോദ്യം വരും? ആ സബ്ജക്റ്റും വേർബും തമ്മിൽ സ്ഥാനം മാറ്റിയാൽ മതി. വർ ദേ ലേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തത്, പരീക്ഷ എളുപ്പമായിരുന്നു. സെൻറ്റൻസ് ദി എക്സാം വാസ് ഈസി. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ദി എക്സാം ആണ് കേട്ടോ. ചോദ്യം എങ്ങനെ വരും? വാസ് ദി എക്സാം ഈസി. കണ്ടല്ലോ. ഇനി എനിക്ക് ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, എക്സാം എളുപ്പമായിരുന്നില്ലേ? അപ്പോൾ അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ചെയ്യുക? ആ വാസ് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളത് ചുരുക്കിയാണ് പറയുക. വാസിൻറ്റ് ദി എക്സാം ഈസി എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അടുത്തത്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തുഷ്ടയാണ്. ഐ എം ഹാപ്പി. അപ്പോൾ ഇവിടെ ചോദ്യം 2 തരത്തിൽ ചോദിക്കാം. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ഹാപ്പി ആണോ? അപ്പോൾ അവിടെ ചോദ്യം എങ്ങനെ വരും? ആം ഐ ഹാപ്പി. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാപ്പി ആണോ എന്ന്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? ആർ യു ഹാപ്പി എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. ഇനി നിങ്ങൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ, ആൻറ്റ് യു ഹാപ്പി എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടല്ലോ, ആർ നോട്ട് യു ഹാപ്പി ആണ് ഈ ചെറുതാക്കി ആൻറ്റ് യു ഹാപ്പി എന്ന് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഈ സെൻറ്റൻസസിന് എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. പക്ഷേ ആദ്യം നിങ്ങൾ ഈ WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. ഞാനതാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഹൂ ആര്, ഹും ആരെ, ഹൂസ് ആരുടെ, വാട്ട് എന്ത്, വെൻ എപ്പോൾ, വേർ എവിടെ, വൈ എന്തുകൊണ്ട്. അപ്പോൾ ഈ വാക്കുകളെല്ലാം WH എന്നീ 2 അക്ഷരങ്ങൾ വെച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് ഇവർ വിളിക്കുന്നത്. പക്ഷേ എങ്ങനെ എന്നർത്ഥം വരുന്ന ഹൗ എന്ന വാക്കും ഇതേ ഗ്രൂപ്പിലാണ് പെടുക. ഹൗ മാത്രമല്ല, എത്ര എണ്ണം എന്ന് ചോദിക്കാൻ ഹൗ മെനി, എത്ര അളവ് എന്ന് ചോദിക്കാൻ ഹൗ മച്ച്, എത്ര തവണ എന്ന് ചോദിക്കാൻ ഹൗ ഓഫൺ, അതുപോലെ എത്ര ദൈർഘ്യം അല്ലെങ്കിൽ എത്ര നീളം എന്നറിയാൻ ഹൗ ലോങ്, എത്ര ദൂരെ എന്നറിയാൻ ഹൗ ഫാർ. ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ പെടും. നമുക്ക് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ തുടങ്ങാം. സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. അത് ഒരു പുസ്തകമാണ്. ഇറ്റ് ഈസ് എ ബുക്ക്. ഇനി ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇസ് ഇറ്റ് എ ബുക്ക് അല്ലേ? ഇനി എനിക്ക് ഈ പുസ്തകം എ ബുക്ക് എന്നതാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കുക? ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവാണല്ലോ. അപ്പോൾ എന്ത് എന്നാണല്ലോ ചോദ്യം ചോദിക്കേണ്ടത്. അത് എന്താണ് എന്ന്. അപ്പോൾ അവിടെ വാട്ട് എന്ന ചോദ്യം ചോദിക്കും. അതെവിടെയാണ് ചേർക്കുന്നത് നോക്കൂ. നമ്മൾ മുൻപുണ്ടാക്കിയ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൻ്റെ മുൻപിൽ ആ വാട്ട് ആഡ് ചെയ്താൽ മതി.
എന്നിട്ട് ആ ബുക്ക് എന്നുള്ളത് അവിടെ നിന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ചോദ്യം എന്താവും? വാട്ട് ഈസ് ഇറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ഇതാണ് WH ക്വസ്റ്റ്യൻ. അടുത്തത് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അത് ടോമിൻ്റെ കാറാണ്. ഇംഗ്ലീഷിൽ ദാറ്റ് ഈസ് ടോംസ് കാർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇസ് ദാറ്റ് ടോംസ് കാർ എന്നാണല്ലോ. ഇനി എനിക്ക് ടോമിൻ്റെ കാർ എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടണം. അപ്പോൾ അതിന് മലയാളത്തിൽ നമ്മളിങ്ങനെ ചോദിക്കുക, അത് ആരുടെ കാറാണെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ആരുടെ കാർ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൂസ് കാർ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഉത്തരം ടോംസ് കാർ എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റുകയും വേണം ചോദ്യം ചോദിക്കുമ്പോൾ. അപ്പോൾ എന്താണ് ചോദ്യം വരിക? ഹൂസ് കാർ ഇസ് ദാറ്റ്? ഉത്തരം ദാറ്റ് ഇസ് ടോംസ് കാർ എന്നാണ്. നമ്മൾ മുൻപ് കണ്ട സെൻറ്റൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. പരീക്ഷ എളുപ്പമായിരുന്നു. ദി എക്സാം വാസ് ഈസി. വാസ് ദി എക്സാം ഈസി? ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കണം. എങ്ങനെ എന്നുള്ളതിന് ഹൗ എന്നാണ് ചോദിക്കുക. അപ്പോൾ എങ്ങനെ വരും? ഹൗ വാസ് ദി എക്സാം? ഈസി എന്നുള്ളത് മാറ്റണം കേട്ടോ, അത് ഉത്തരമാണല്ലോ. ഹൗ വാസ് ദി എക്സാം എന്നാണ് ചോദ്യം. അടുത്തത് അവർ അടുക്കളയിലായിരുന്നു. സെൻറ്റൻസ് ദേ വർ ഇൻ ദ കിച്ചൺ. അപ്പോൾ എനിക്ക് അടുക്കളയിലായിരുന്നു എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടണം. അപ്പോൾ ചോദ്യം എവിടെ നിന്നാണല്ലോ വരേണ്ടത്. എന്താ ചോദിക്കുക? വേ വർ ദേ? അവരെവിടെയായിരുന്നു? ദേ വർ ഇൻ ദ കിച്ചൺ. നമ്മളിപ്പോൾ ബി മെയിൻ വേർബായിട്ട് വരുന്ന തരം സെൻറ്റൻസസ് കണ്ടല്ലോ. ഇനി ഇതേ ബി ഹെൽപ്പിംഗ് വേർബായിട്ട് വരുന്ന തരം സെൻറ്റൻസസിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ മറക്കരുത് കേട്ടോ, ബി എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഈ ആം, ഇസ്, ആർ, വാസ്, വേർ ഒക്കെ ആയിട്ടായിരിക്കും നമ്മളതിനെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ബി ഹെൽപ്പിംഗ് വേർബായിട്ട് വരുമ്പോൾ അവിടെ വേർബ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെൻറ്റൻസസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഐ ആം ഈറ്റിംഗ്. ഇവിടെ കാണാമല്ലോ, ഈറ്റിംഗ് എന്നുള്ളതാണ് മെയിൻ വേർബ്, ആം ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമാണ്. അപ്പോൾ ആദ്യം നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അവിടെ രണ്ട് തരത്തിൽ ചോദ്യം ചോദിക്കാം. ഞാൻ കഴിക്കുകയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക നോക്കൂ. ആം ഐ ഈറ്റിംഗ്? ഇവിടെ എന്താ ചെയ്തത്? സബ്ജക്റ്റ് ഐ ആണ്, ആം ഹെൽപ്പിംഗ് വേർബാണ്. അത് രണ്ടും പരസ്പരം സ്ഥാനം ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ആം ഐ ഈറ്റിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ കഴിക്കുകയാണോ എന്നെങ്ങനെയാണ് വേറൊരാൾ എന്നോട് ചോദിക്കുക? ആർ യു ഈറ്റിംഗ് എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. കാണാമല്ലോ, അവൻ ഉറങ്ങുകയാണ്. ഹീ ഈസ് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയാണോ? ഇസ് ഹീ സ്ലീപ്പിംഗ്? ചോദ്യം കണ്ടല്ലോ, എളുപ്പമല്ലേ. ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. വി വർ കുക്കിംഗ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു എന്നാണ്. അപ്പോൾ ചോദ്യം വർ യു കുക്കിംഗ് എന്നാണ് വരിക. നമുക്കിനി ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത് നോക്കാം. സെൻറ്റൻസ് അവർ ഫുട്ബോൾ കളിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ കാണാം ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വന്നത്. ഇനി എനിക്ക് ഫുട്ബോൾ എന്നതാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ എങ്ങനെ ചോദിക്കും? അവരെന്ത് കളിക്കുകയാണ് എന്നല്ലേ ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഇംഗ്ലീഷിൽ ഏതാ വരേണ്ടത്? വാട്ട് അല്ലേ. അപ്പോൾ അത് ചേർക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ ഉത്തരം ഫുട്ബോൾ ആണല്ലോ, അത് മാറ്റുക വേണം കേട്ടോ. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? വാട്ട് ആർ ദേ പ്ലേയിങ്? അതാണ് ചോദ്യം. ദേ ആർ പ്ലേയിങ് ഫുട്ബോളിന് ഉത്തരം. അടുത്തത് ഞാൻ ബ്രെഡ് ബേക്ക് ചെയ്യുകയാണ്. ഐ എം ബേക്കിംഗ് ബ്രെഡ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബ്രെഡ് ബേക്ക് ചെയ്യുകയാണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആർ യു ബേക്കിംഗ് ബ്രെഡ് എന്നാണ് ചോദ്യം വന്നത്. ഇനി WH ക്വസ്റ്റ്യൻ ആണ് ഇനി ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിൽ ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നും ചോദിക്കാം, നിങ്ങൾ എന്ത് ബേക്ക് ചെയ്യുകയാണെന്നും ചോദിക്കാം. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ വരും നോക്കൂ. വാട്ട് ആർ യു ബേക്കിംഗ് എന്നും ചോദിക്കാം, വാട്ട് ആർ യു ഡൂയിങ് എന്നും ചോദിക്കാം. മനസ്സിലായല്ലോ വ്യത്യാസം. ഇനി മറ്റൊന്ന്, ടീന കരയുകയാണ്. ടീന ഇസ് ക്രൈയിങ്. ടീന കരയുകയാണോ? ഇസ് ടീന ക്രൈയിങ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി WH ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ടീന കരയുന്നതെന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് വരിക? വൈ. വൈ ഇസ് ടീന ക്രൈയിങ് എന്നാണ് അവിടെ ചോദ്യം വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മോഡൽ വേർബ്സ് വരുന്ന തരം സെൻറ്റൻസസിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ്. എന്താണ് ഈ മോഡൽ വേർബ്സ്? ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഇതെല്ലാം മോഡൽ വേർബ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള തരം സെൻറ്റൻസസ് ഇനി നമുക്ക് കാണാം. അയാൾ ഫോൺ വാങ്ങും. നമ്മളിവിടെ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഹി വിൽ ബൈ ദ ഫോൺ എന്നാണ് വരിക. ഇവിടെ കണ്ടല്ലോ, വിൽ ബൈ എന്നാണ് വന്നത്. വിൽ മോഡൽ വേർബാണ്, അതൊരു ഹെൽപ്പിംഗ് വേർബാണ്. അത് കഴിഞ്ഞ് ബൈ വാങ്ങും എന്ന ആ ഒരു മെയിൻ വേർബും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ. വിൽ ഹി ബൈ ദ ഫോൺ എന്നാണ് ചോദ്യം വരിക. ഇവിടെ എന്താ സംഭവിച്ചത്? ആ മോഡൽ വേർബിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വന്നു. വിൽ ഹി ബൈ ദ ഫോൺ എന്നാണ് ചോദ്യം വന്നത്. അടുത്തത്, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും. ഐ ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്?
നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് വരിക? ക്യാൻ യു ഹെൽപ്പ് മീ? കണ്ടോ, ക്യാൻ ആദ്യം വന്നു. ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് ചോദ്യം. സാറ നേരത്തെ വരണം. സാറ ഷുഡ് കം ഏർലി. ഷുഡ് ആണ് ഇവിടുത്തെ മോഡൽ വേർബ്. സാറ നേരത്തെ വരണോ എന്നാണ് ചോദ്യം. ഷുഡ് സാറ കം ഏർലി? ഷുഡ് മോഡൽ വേർബ് ആദ്യം വന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് സാറ. ഇനി നമുക്ക് ഈ മോഡൽ വേർബ്സ് വരുന്ന തരം സെൻറ്റൻസസിൽ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മുൻപ് കണ്ട സെൻറ്റൻസ്, സാറ നേരത്തെ വരണം. സാറ ഷുഡ് കം ഏർലി. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ. ഷുഡ് സാറ കം ഏർലി എന്ന് ചോദിച്ചു. ഇനി ചോദ്യം ഇതാണ്, ആരാണ് നേരത്തെ വരേണ്ടത്? ആര് എന്ന് ചോദിക്കാൻ ഹൂ അല്ലേ ചോദിക്കുക. അപ്പോൾ ചോദ്യം എന്താവും? ഹൂ ഷുഡ് കം ഏർലി. കണ്ടോ, ഹൂ ഷുഡ് കം ഏർലി എന്നാണ് ചോദ്യം വന്നത്. നമ്മൾ നേരത്തെ കണ്ട വേറൊരു എക്സാമ്പിളാണിത്. അയാൾ ഫോൺ വാങ്ങും. ഹി വിൽ ബൈ ദ ഫോൺ. വിൽ ഹി ബൈ ദ ഫോൺ എന്ന് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. ഇനി എനിക്ക് ഈ ഫോൺ എന്നതാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ ചോദിക്കുക നമ്മൾ? അയാൾ എന്ത് വാങ്ങും? വാട്ട് ആണ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരിക അല്ലേ. അപ്പോൾ ആ ഫോൺ എന്നുള്ളത് ഇവിടെ നിന്ന് മാറ്റുക വേണം. ചോദ്യം എങ്ങനെ വരും? വാട്ട് വിൽ ഹി ബൈ. കണ്ടോ, ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുൻപിൽ ഞാൻ വാട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. വാട്ട് വിൽ ഹി ബൈ? ഹി വിൽ ബൈ ദ ഫോൺ. ഇനി നമ്മൾ വേറൊരു തരം സെൻറ്റൻസസ് കാണാൻ പോകാം കേട്ടോ. ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ ഹെൽപ്പിംഗ് വേർബായിട്ട് വരുന്ന തരം സെൻറ്റൻസസ് ആണ് ഇനി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഹാസ്, ഹാവ്, ഹാഡ് ഹെൽപ്പിംഗ് വേർബ് ആണെങ്കിൽ അവിടുത്തെ വേർബ് പെർഫെക്റ്റ് ടെൻസിലാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവും. മിനി പരീക്ഷ ജയിച്ചിരിക്കുന്നു. പരീക്ഷ ജയിച്ചു എന്നല്ല പറഞ്ഞേ, പരീക്ഷ ജയിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ മിനി ഹാസ് പാസ്ഡ് ദ ടെസ്റ്റ്. കണ്ടോ, ഹാസ് പാസ്ഡ് എന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ ഹാസ് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബും പാസ്റ്റ് മെയിൻ വേർബും ആണ് കേട്ടോ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് മിനി പരീക്ഷ ജയിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക? ഹാസ് മിനി പാസ്ഡ് ദ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് മുന്നോട്ട് വന്നു. ഹാസ് മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്. ഹാസ് മിനി പാസ്ഡ് ദ ടെസ്റ്റ് എന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്തത് ശ്രദ്ധിക്കണേ, ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷിൽ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ ഇവിടെ വി ആണ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാവ് ബീൻ വെയിറ്റിംഗ് ആണ് വേർബ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കും? ആ ഹാവ് മാത്രം മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ? നിങ്ങൾ എനിക്ക് വേണ്ടി എന്നല്ലേ ചോദ്യം. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ എന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നത്. അടുത്തത്, ആ ബോയ്സ് പോയിട്ടുണ്ടായിരുന്നു, അതായത് അവിടുത്തെ പോയി കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ദ ബോയ്സ് ഹാഡ് ലെഫ്റ്റ്. അവിടെ ഹാഡ് ആണ് ഹെൽപ്പിംഗ് വേർബ്. ഇനി ആ ബോയ്സ് പോയി കഴിഞ്ഞിരുന്നോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഹാഡ് ദ ബോയ്സ് ലെഫ്റ്റ് എന്നാണ് വരിക. ഹാഡ് ആദ്യം വന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ദ ബോയ്സ് വന്നു. ഹാഡ് ദ ബോയ്സ് ലെഫ്റ്റ് എന്ന ക്വസ്റ്റ്യൻ. ഇനി ഇതിനൊക്കെ എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടൊരു എക്സാമ്പിളാണിത്. മിനി ഹാസ് പാസ് ദ ടെസ്റ്റ്. ഹാസ് മിനി പാസ് ദ ടെസ്റ്റ്? ഓർമ്മയില്ലേ? ഇനി ഇവിടെ എനിക്ക് ചോദിക്കേണ്ടത് ആരാണ് പരീക്ഷ പാസ്സായിരിക്കുന്നത് എന്നാണ്. അപ്പോൾ മിനിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരാളെ പറ്റി ചോദിക്കുകയാണ്. ഹൂ ആണല്ലോ ക്വസ്റ്റ്യൻ വേർഡ്. എന്താ വരിക? ഹൂ ഹാസ് പാസ്ഡ് ദ ടെസ്റ്റ്. ഇതാണ് WH ക്വസ്റ്റ്യൻ. അടുത്തത് ശ്രദ്ധിക്കണേ, ആ ബോയ്സ് 8 മണിക്ക് പോയി കഴിഞ്ഞിരുന്നു. ദ ബോയ്സ് ഹാഡ് ലെഫ്റ്റ് അറ്റ് 8. ഇനി എത്ര മണിക്ക് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടതെങ്കിൽ ഞാൻ ചോദിക്കുക വെൻ ഹാഡ് ദ ബോയ്സ് ലെഫ്റ്റ് എന്നാണ്. അതിന് പകരം വേണമെങ്കിൽ വാട്ട് ടൈം അല്ലെങ്കിൽ അറ്റ് വാട്ട് ടൈം ഹാഡ് ദ ബോയ്സ് ലെഫ്റ്റ് എന്നും ചോദിക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം തോന്നുന്നത് വേർബ് സിമ്പിൾ ടെൻസസിലാണെങ്കിലാണ്. സിമ്പിൾ ടെൻസസ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിളിലൊക്കെയാണ് വേർബെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് പലർക്കും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസസ് ഇനി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ ബി മെയിൻ വേർബായിട്ട് വരുന്നതൊഴികെയുള്ള എല്ലാ തരം ഇംഗ്ലീഷ് സെൻറ്റൻസസിലും ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഹെൽപ്പിംഗ് വേർബ്സിന് ആവശ്യമുണ്ടായിരുന്നു. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ വേർബ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണെങ്കിൽ നമുക്ക് 2 ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്, ഡൂവും ഡസും. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സെൻറ്റൻസ് നോക്കൂ. അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഷീ ടീച്ചസ് ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചോദിക്കണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആവശ്യം വരും. അപ്പോൾ ഇവിടെ വേർബ് നോക്കൂ, ഷീ ടീച്ചസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എസ് ചേർന്നിട്ടുള്ള ഹെൽപ്പിംഗ് വേർബാണ് നമ്മൾ എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്. അത് ശ്രദ്ധിച്ചല്ലോ. ഡസ് ഷീ കഴിഞ്ഞിട്ട്
പിന്നെ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, കാരണം ഡൂവിൻ്റെ കൂടെ നമ്മളിവിടെ എസ് ആഡ് ചെയ്തു, ഡസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മെയിൻ വേർബ് ടീച്ചിൻ്റെ കൂടെ പിന്നെ എസ്സിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ എസ് പാടുള്ളൂ. അപ്പോൾ ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്. ഇനി അടുത്തത്, അവർ ഫ്രഞ്ച് സംസാരിക്കാറുണ്ട്. ദേ സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ ഇവിടെ വേർബ് കണ്ടല്ലോ, സ്പീക്കാണ്, എസ് ചേർന്നിട്ടില്ല. അതുകൊണ്ട് അതിന് പറ്റിയ ഹെൽപ്പിംഗ് വേർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡസ് അല്ല, ഡു ആണ് ഇവിടെ വരിക. ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് എന്നാണ് വരുന്നത്. പക്ഷേ പാസ്റ്റ് സിമ്പിളിലാണ് വേർബ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഡൂം ഡസും ഒന്നും ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഡിഡ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ സെൻറ്റൻസ് നോക്കൂ. എൻ്റെ പേരൻസ് ഇവിടെയാണ് താമസിച്ചത്. മൈ പേരൻസ് സ്റ്റേയ്ഡ് ഹിയർ. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പേരൻസ് ഇവിടെയാണോ താമസിച്ചത്? ഡിഡ് യോർ പേരൻസ് സ്റ്റേ ഹിയർ? ശ്രദ്ധിക്കണം കേട്ടോ, ഡിഡാണ് ഹെൽപ്പിംഗ് വേർബായിട്ട് വന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മെയിൻ വേർബ് നോക്കൂ, ഡിഡ് യോർ പേരൻസ് സ്റ്റേ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഡിഡ് ഓൾറെഡി പാസ്റ്റിലാണ്, അതുകൊണ്ട് സ്റ്റേയുടെ കൂടെ പിന്നെ ഒരു ഇ ഡി ആവശ്യമില്ല. ഡിഡ് യോർ പേരൻസ് സ്റ്റേ ഹിയർ എന്നാണ് ചോദ്യം. ഇനി ഈ സെൻറ്റൻസസിനൊക്കെ എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്. സെൻറ്റൻസ് നോക്കൂ. റിയ ടീച്ചസ് ഇംഗ്ലീഷ്. റിയ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ റിയയാണ് സബ്ജക്റ്റ്, കർത്താവ്. ടീച്ചേഴ്സ് വേർബാണ്. റിയ എന്താ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. അതാണ് ഒബ്ജക്റ്റ്, അതായത് കർമ്മം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇനി ചോദിക്കേണ്ടത് റിയ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഡസ് റിയ ടീച്ച് ഇംഗ്ലീഷ് എന്നല്ലേ ചോദിച്ചത്. ഇനി എനിക്ക് കിട്ടേണ്ട ഉത്തരം ഇംഗ്ലീഷ് എന്നതാണ്. റിയ എന്താ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. അപ്പോൾ ഒബ്ജക്റ്റാണ് എനിക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യോട് ചോദിക്കുക? എന്ത് എന്നുള്ളതിന് വാട്ട് എന്നാണല്ലോ പറയേണ്ടത്. വാട്ട് ഡസ് റിയ ടീച്ച്? കണ്ടല്ലോ, വാട്ട് ഡസ് റിയ ടീച്ച്. പക്ഷേ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ആരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഉത്തരം എന്താണ്? റിയ അല്ലേ. റിയ ഇവിടെ സബ്ജക്റ്റ്, കർത്താവായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഹൂ ടീച്ചസ് ഇംഗ്ലീഷ് എന്നാണ്. വ്യത്യാസം കണ്ടോ? ഹൂ ഡസ് ടീച്ച് എന്നിവിടെ പറയേണ്ടതില്ല, ഹൂ ടീച്ചസ് ഇംഗ്ലീഷ്. ശ്രദ്ധിക്കണം, ഹൂ ടീച്ച് അല്ല, ഹൂ ടീച്ചസ്. കാരണം ഇവിടുത്തെ വ്യത്യാസം, ഇവിടെ നമ്മൾ സബ്ജക്റ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹൂ ഡസിൻ്റെ ആവശ്യമില്ല, ഹൂ ടീച്ചസ് എന്ന് നേരിട്ട് ചോദിച്ചാൽ മതി. വ്യത്യാസം കണ്ടല്ലോ. ഇനിയും തരാം എക്സാമ്പിൾ. അലക്സ് ടെന്നീസ് കളിച്ചു. അലക്സ് പ്ലേഡ് ടെന്നീസ്. കളിച്ചു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് പ്ലേഡ് എന്ന് പറഞ്ഞത്. എനിക്ക് അലക്സ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അലക്സ് കണ്ടല്ലോ, സബ്ജക്റ്റാണ്. അപ്പോൾ എന്താ ചോദിക്കുക? ഹൂ പ്ലേഡ് ടെന്നീസ്. ഹൂ ഡിഡ് പ്ലേ വേണ്ട, ഹൂ പ്ലേഡ് ടെന്നീസ്. പക്ഷേ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് അലക്സ് എന്താണ് കളിച്ചതെന്നാണ്. അവിടെ ഒബ്ജക്റ്റാണ് ഉത്തരമായിട്ട് വരിക. ടെന്നീസ് എന്നുള്ളതല്ലേ ഉത്തരം വരുന്നത്. അപ്പോൾ ചോദിക്കേണ്ടത് വാട്ട് ഡിഡ് അലക്സ് പ്ലേ എന്നാണ്. കണ്ടോ, വാട്ട് ഡിഡ് അലക്സ് പ്ലേ. ഡിഡ് വന്നതുകൊണ്ട് പ്ലേഡ് എന്ന് പറഞ്ഞില്ല, പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മറ്റൊന്ന്, ആരോഗ്യം നിലനിർത്താൻ, അതായത് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ അവൾ എക്സസൈസ് ചെയ്യുന്നു. ഷീ എക്സസൈസസ് ടു കീപ്പ് ഫിറ്റ്. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? അവൾ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നതെന്നാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ വൈ ഡസ് ഷീ എക്സസൈസ് എന്നാണ് ചോദ്യം വരുന്നത്. എന്തിന്, കാരണത്തെക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തത്. നമ്മളങ്ങനെ എല്ലാ തരം ടെൻസസും വരുന്ന തരം സെൻറ്റൻസസ് കണ്ടു അല്ലേ. ഇതിനെല്ലാം എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ഹോംവർക്ക്. ഞാനിവിടെ 3 സെൻറ്റൻസസ് തരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ആദ്യത്തത്, ഫ്ലൈറ്റ് 9 മണിക്ക് ലാൻഡ് ചെയ്യും. ദ ഫ്ലൈറ്റ് വിൽ ലാൻഡ് അറ്റ് 9. ഇതിന് ചോദ്യം ചോദിക്കണം. ഫ്ലൈറ്റ് എത്ര മണിക്ക് ലാൻഡ് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ അതൊരു WH ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, ജോൺ അവരെ സന്ദർശിച്ചിരിക്കുന്നു. ജോൺ ഹാസ് വിസിറ്റഡ് ദെം. അപ്പോൾ ചോദ്യം ജോൺ അവരെ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ്. അതായത് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സെൻറ്റൻസ് ശ്രദ്ധിച്ച് കണ്ടല്ലോ. ഇനി മൂന്നാമത്തത്, സുഖമില്ലാതിരുന്നത് കൊണ്ടാണ് അയാൾ വീട്ടിൽ തന്നെ കഴിഞ്ഞത്. ഇംഗ്ലീഷിൽ ഹി സ്റ്റേഡ് അറ്റ് ഹോം ബിക്കോസ് ഹി വാസ് ഇൽ. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ വീട്ടിൽ തന്നെ കഴിഞ്ഞത്? ഈ ചോദ്യമാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് തിരിച്ചെത്താം. അതുവരേക്കും ബൈ.